വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യമാണ് ഇന്ന് നമ്മൾ അല്പമായി പഠനത്തിന് വിധേയമാക്കുന്നത്. ആ വാക്യം ഞാൻ വായിക്കുന്നു. ലബോദിക്കയിലെ സഭയുടെ ദൂതനെ എഴുതുക. വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്. ഈ വാക്യത്തിൽ പ്രധാനമായി നമുക്ക് 5 കാര്യങ്ങളാണ് കാണാനായിട്ട് സാധിക്കുന്നത്. 1. ലബോദിക്ക സഭയുടെ ദൂതനെ എഴുതുക. 2. ക്രിസ്തു വിശ്വസ്തനാണ്. 3. സത്യവാനായ സാക്ഷി. 4. ദൈവസൃഷ്ടിയുടെ ആരംഭമായവൻ. 5. ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്. ഇവിടെ കർത്താവ് സഭയ്ക്ക് സ്വയം പരിചയപ്പെടുത്തുന്നു. ക്രിസ്തുവിൻ്റെ ദൈവിക ലക്ഷണങ്ങളാണ് ഇവിടെ പറയുന്നത്. ക്രിസ്തു എന്തല്ല എന്ന് പറയാതെ ക്രിസ്തു എന്താണ് എന്ന് ഇവിടെ വ്യക്തമാക്കുകയാണ്. വെളിപ്പാട് പുസ്തകത്തിൽ ഇതേ നിലയ്ക്ക് മറ്റ് പല ഭാഗത്തും പറഞ്ഞിട്ടുണ്ട്. വെളിപ്പാട് 1:5, 3:7, 19:11. വെളിപ്പാട് പുസ്തകം 3:14 പറയുന്ന 5 കാര്യങ്ങൾ. അതിലൊന്ന് ലബോദിക്ക സഭയുടെ ദൂതൻ എഴുതുക. സഭയുടെ ദൂതൻ എന്താണെന്ന് ഇതിനു മുമ്പ് പല പ്രാവശ്യം നമ്മൾ ചിന്തിച്ചിട്ടുള്ളത് കൊണ്ട് ആ 1-ാമത്തെ പോയിന്റിനോട് ഇവിടെ പറയുന്നു. 2-ാമത്തെ പോയിന്റ് ക്രിസ്തു വിശ്വസ്തനാണ്. വിശ്വസ്തതയെക്കുറിച്ചുള്ള വ്യാഖ്യാനം വെളിപ്പാട് 2:10 നമ്മൾ പഠിച്ചതുകൊണ്ട് ആ 2-ാമത്തെ പോയിന്റിനോട് ഇവിടെ പറയുന്നു. 3-ാമത്തെ പോയിന്റ് സത്യവാനുമായ സാക്ഷി. ദൈവപുത്രൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. 1 യോഹന്നാൻ 5:20. അവിടുന്ന് സത്യത്തിന് സാക്ഷിയായി ലോകത്തിൽ വന്നു. അവിടുന്ന് സത്യം തന്നെയാണ്. യോഹന്നാൻ 14:6. വചനം സത്യമാണ്. യോഹന്നാൻ 17:17. യുഗങ്ങളായി മനുഷ്യരുടെ പ്രാർത്ഥന നമ്മൾ വിവിധ പുസ്തകങ്ങളിൽ വായിക്കുന്നുണ്ട്. അസത്തോമ സത്യമയ എന്ന് വെച്ചാൽ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് നയിക്കണമേ. ഇതിൻ്റെ മറുപടി ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് കർത്താവായ യേശുക്രിസ്തുവിലാണ്. യോഹന്നാൻ 14:6. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. തമസോമ ജ്യോതിർഗമയ, അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കണമേ. ആര് നയിക്കും? അതിന് മറുപടി കർത്താവായ ക്രിസ്തുവിലാണ്. യോഹന്നാൻ 8:12. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. മൃത്യുമാം അമൃതഗമയ, മരണത്തിൽ നിന്ന് മരണമില്ലാത്ത അവസ്ഥയിലേക്ക് നയിക്കണമേ. ആര് നയിക്കും? അതിന് മറുപടി കർത്താവായ യേശു ക്രിസ്തുവാണ് നൽകുന്നത്. യോഹന്നാൻ 11:25. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. സാക്ഷി എന്ന നിലയിൽ 3 യോഗ്യത വേണം. 1. സ്വന്തം കണ്ണുകൊണ്ട് കണ്ടവനായിരിക്കണം, അല്ലെങ്കിൽ നേരിട്ട് കേട്ടവനായിരിക്കണം. 2. പൂർണ്ണ വിശ്വസ്തനായിരിക്കണം, സത്യം മാത്രം പറയുന്നവനായിരിക്കണം. 3. കണ്ടത് അതുപോലെ പറയുവാൻ കഴിവുള്ളവനായിരിക്കണം. ഈ 3 യോഗ്യതകളും കർത്താവായ യേശു ക്രിസ്തുവിലുണ്ട്. അതായത് 1. ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവൻ, ആകയാൽ ദൃസാക്ഷിയാണ്. യോഹന്നാൻ 1:1-3 വരെയും ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 1-11 വരെയുള്ള വാക്യങ്ങൾ. 2. അവൻ സ്വയമായി സംസാരിക്കാതെ പിതാവ് തന്നോട് അരുളി ചെയ്തത് മാത്രം സംസാരിക്കുന്നു. അസത്യം പറയുവാൻ ക്രിസ്തു മനുഷ്യനല്ല. ക്രിസ്തുവിൻ്റെ വാക്ക് ഉവ്വ ഉവ്വ എന്നും ഇല്ല ഇല്ല എന്നു തന്നെയായിരുന്നു. പിതാവിൻ്റെ രക്ഷാപൂർത്തി പുത്രൻ വിശ്വസ്തയോടെ പൂർത്തിയാക്കി. 3. പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ തന്നെ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു. 4-മതായി ഈ വാക്യത്തിൽ, അതായത് വെളിപ്പാട് പുസ്തകം 3:14 4-മതായി നമ്മൾ കാണുന്നത് ദൈവസൃഷ്ടിയുടെ ആരംഭമായവൻ. ഈ വാക്ക് ദുരുപദേശത്തിന് ഇടയാക്കിയിട്ടുണ്ട്. യഹോവ സാക്ഷികൾ എന്ന ഗ്രൂപ്പ് യേശുക്രിസ്തു ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടു എന്ന് ഈ വാക്യം ഉദ്ധരിച്ച് പഠിപ്പിക്കാറുണ്ട്. ആരംഭം എന്നതിൻ്റെ ഗ്രീക്ക് വാക്ക് ആർക്കെ എന്നാണ്. അതിനർത്ഥം ഇതിന് സകലത്തിന് മുമ്പേ എന്നാണ്. ക്രിസ്തുവിനെക്കുറിച്ച് 3 വിധത്തിലാണ് മനുഷ്യർ മനസ്സിലാക്കിയിരിക്കുന്നത്. അതിലൊന്ന്, മറിയത്തിൻ്റെ ഉദരത്തിൽ ഉരുവായപ്പോൾ മുതലാണ് യേശു ക്രിസ്തു ഉണ്ടായിരുന്നത് എന്ന ഒരു ചിന്താഗതി. അത് തികച്ചും വചനവിരുദ്ധമാണ്. യോഹന്നാൻ 8:58 അബ്രഹാമിന് മുമ്പേ ഞാനുണ്ട് എന്ന് യേശു ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ, അതായത് സ്നാപയോഹന്നാൻ ഈ ഭൂമി ജനിച്ച് 6 മാസം കഴിഞ്ഞിട്ടാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ മറിയത്തിൻ്റെ ഉദരത്തിലൂടെ ജനിക്കുന്നത്. സ്നാപയോഹന്നാൻ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞത് അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നവൻ എന്നുള്ളതാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. 1:14 വരുമ്പോൾ വചനം മാംസം ധരിച്ച് ഈ ഭൂമിയിൽ ജനിച്ചു. അപ്പോൾ മറിയത്തിൻ്റെ ഉദരത്തിൽ ഉരുവായപ്പോഴല്ല, അതിന് മുമ്പേ തന്നെ യേശു ക്രിസ്തു ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. മറ്റൊന്ന്, ക്രിസ്തുവിനെ ദൈവം ആദ്യമായി സൃഷ്ടിച്ചു എന്ന് വിശ്വസിക്കുന്ന ആളുകൾ, അത് യഹോവ സാക്ഷികൾ ഈ വിശ്വാസത്തിൽപ്പെട്ടവരാണ്. അതിന് അവരെടുക്കുന്ന വാക്യങ്ങളുണ്ട്. സദൃശവാക്യങ്ങൾ 8-ാം അധ്യായം അതിൻ്റെ 22-26 വരെയുള്ള വാക്യങ്ങളും കൊലോസ്യർ 1:15 വെളിപ്പാട് 3:14 ഈ വാക്യങ്ങൾ എടുത്തിട്ട് യഹോവയായ ദൈവം ആദ്യമായിട്ട് സൃഷ്ടിച്ചത് ക്രിസ്തുവിനെയാണ് എന്ന് അവർ പഠിപ്പിക്കുന്നു. ഈ വാക്യം ഈ ക്ലാസ്സിനുള്ള ബന്ധത്തിൽ വരുന്ന ദിവസം നമ്മൾ വിശാലമായി ഈ 3 വാക്യങ്ങൾ, അതായത് സദൃശവാക്യം 8-ന്റെ 22-26 വരെയുള്ള വാക്യങ്ങളും കൊലോസ്യർ 1:15 വെളിപ്പാട് 3:14 നമ്മൾ പഠനത്തിന് വിധേയമാക്കും. ആദ്യം യേശുക്രിസ്തുവിനെ ദൈവം സൃഷ്ടിച്ചു എന്ന് ഇവർ പഠിപ്പിക്കുന്നു. അത് തെറ്റായ പഠിപ്പിലാണ്, വിശ്വാസമാണ്. 3. ആദ്യം യേശുവിനെ സൃഷ്ടിച്ചു, തുടർന്ന് യേശുക്രിസ്തുവാണ് സകലത്തെ സൃഷ്ടിച്ചു എന്നുള്ള പഠിപ്പീരുമുണ്ട്. കർത്താവായ ക്രിസ്തു സൃഷ്ടിയല്ല, സൃഷ്ടാവാണ്. സകല സൃഷ്ടിയുടെയും കാരണഭൂതനാണ് കർത്താവായ യേശുക്രിസ്തു. മരണത്തിൻ്റെ ആരംഭം സാത്താനാകുന്നു എന്ന് പറഞ്ഞാൽ സാത്താൻ ആദ്യം സൃഷ്ടിച്ചു എന്ന് അല്ലല്ലോ അർത്ഥം. പ്രത്യുത സാത്താനിലാണ് മരണത്തിൻ്റെ ഉത്ഭവം എന്ന്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:1-3 വരെയുള്ള വാക്യങ്ങളും അതോടൊപ്പം തന്നെ
ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ വാക്യം, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് വെച്ചാൽ മോശ ആദിയിൽ സൃഷ്ടിയെക്കുറിച്ചുള്ള സൃഷ്ടിയുടെ ആരംഭത്തെക്കുറിച്ചുള്ള വിവരണമാണ് മോശ പറയുന്നത്. എന്നാൽ യോഹന്നാൻ 1-1-3 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്ന ആദിക്ക് മുമ്പ് അനാദിയിൽ വചനം ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്നു. യോഹന്നാൻ 1:1 ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ വാക്യം നമ്മൾ സൂക്ഷ്മമായി പഠനത്തിന് വിധേയമാക്കുമ്പോൾ ഈ വാക്യത്തിൽ വചനത്തിൻ്റെ നിത്യത ഒന്നാമതായിട്ട് കാണുന്നു, രണ്ടാമതായി വചനത്തിൻ്റെ വ്യക്തിത്വം, 3 വചനത്തിൻ്റെ ദൈവത്വം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതിൽ 1 വചനത്തിൻ്റെ നിത്യത. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ആദിയിൽ വചനം ഉണ്ടായതല്ല, ആദിയിൽ വചനത്തെ ഉണ്ടാക്കിയതല്ല, ആദിയിൽ വചനം ഉണ്ടായിരുന്നതാണ്. 2 വചനത്തിൻ്റെ വ്യക്തിത്വം. വചനം ദൈവത്തോടു കൂടിയായിരുന്നു. വചനം ദൈവത്തിലായിരുന്നു എന്ന് പറയാതെ വചനത്തിന് ആളത്വം വ്യക്തിത്വം കൊടുത്ത് ദൈവത്തോടു കൂടെയായിരുന്നു എന്ന് പറയുന്നു. 3 വചനത്തിൻ്റെ ദൈവത്വം. വചനം ദൈവമായിരുന്നു. വചനം ദൈവത്തിൻ്റേതായിരുന്നു എന്ന് പറയാതെ വചനം ദൈവമായിരുന്നു എന്ന് പറയുന്നതിനാൽ വചനത്തിന് ആളത്വവും ദൈവത്വവും ഉണ്ട് എന്ന് തെളിയുകയാണ്. മോശ ആദിയിൽ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടായിരുന്നു എന്നല്ല, ആദിയിൽ ആകാശവും ഭൂമി സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ യോഹന്നാൻ വചനത്തെ സൃഷ്ടിച്ചു എന്നല്ല, ആദിക്ക് മുമ്പ് അനാദിയിലെ വചനം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. യോഹന്നാൻ 1:2 1-ാം വാക്യത്തിൽ നിത്യത, വ്യക്തിത്വം, ദൈവത്വം എന്നിവ പറഞ്ഞിട്ട് 2-ാം വാക്യത്തിൽ അതൊന്നും കൂടെ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. യേശു കന്യയിൽ ജനിച്ചപ്പോഴോ ബെത്ലഹേമിൽ ജനിച്ചപ്പോഴോ മരിച്ച് ഉയർത്തെഴുന്നേറ്റപ്പോഴോ അല്ല ദൈവമായത് ഉണ്ടായത്, മറിച്ച് അനാദികാലം മുതൽ ഉണ്ടായിരുന്ന ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. യോഹന്നാൻ 1:3 യോഹന്നാൻ 1:1-2 വാക്യത്തിൽ വചനത്തിന് ദൈവത്തോടുള്ള ബന്ധം എന്താണെന്ന് പറഞ്ഞതിന് ശേഷം 3-ാം വാക്യത്തിൽ വചനത്തിന് സൃഷ്ടിയോടുള്ള ബന്ധം എന്താണെന്ന് വ്യക്തമാക്കുന്നു. വചനം തന്നെയാണ് എല്ലാം സൃഷ്ടിച്ചത്, അവനെ കൂടാതെ ഒന്നും ഉളവായിട്ടില്ല, സകലതും അവൻ മുഖാന്തരം ഉളവായി. യേശുക്രിസ്തു ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ എടുക്കുന്ന 3 വാക്യം, സദൃശവാക്യം 8-22-26 വരെ, കൊലോസ്യർ 1:15, വെളിപ്പാട് 3:14. ഈ വാക്യങ്ങളെ സംബന്ധിച്ച് നാളെ നമുക്ക് വിശാലമായിട്ട് പഠനത്തിന് വിധേയമാക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു.